പ്രൈസ് ദി ലോർഡ്. ഒരു പ്രാവശ്യം കൂടെ നമുക്ക് കർത്താവിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ ഒരുമിച്ചായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നൽകിയ കൃപയോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വേഗം വരാൻ പോകുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാം ക്രിസ്തീയ വന്ദനം. യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവിനെ കുറിച്ചും അതിന് പോകുവാനുള്ള 10 യോഗ്യതയുമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയരെ, നിങ്ങൾക്ക് ഈ പഠനം, ഈ സ്റ്റഡി നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ അറിയിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിൽ ദൈവം അത്ഭുതം ചെയ്യും. 21 ദിവസത്തെ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നന്മ കൊണ്ടുവരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വേഗം വരുവാൻ പോകുന്നു എന്ന് ഇന്നത്തെ ലോക സംഭവം എല്ലാം വിളിച്ചു പറയുന്നു. നമുക്ക് അവൻ്റെ വരവിനായിട്ട് ഒരുങ്ങാം. ഈ സന്ദേശം മറ്റുള്ളവർക്കൂടെ ഷെയർ ചെയ്താട്ട് അവർ ഒരുങ്ങട്ടെ. എങ്ങനെങ്കിലും ആളുകളെ ദൈവരാജ്യത്തിൽ എത്തിക്കണമെന്ന് നമ്മുടെ ഹൃദയത്തിൻ്റെ താല്പര്യം, എൻ്റെ ഹൃദയത്തിൻ്റെ താല്പര്യം. നമുക്ക് ഒരുമിച്ച് ഈ ഭൂമിയിൽ എത്ര ദിവസമുണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഏത് നിമിഷവും 2 കാര്യം സംഭവിക്കാം. 1, യേശു മടങ്ങി വരാം. 2, നമ്മുടെ വേല തീരാം. ഈ 2ൻ്റെയും സമയം നമ്മുടെ കയ്യിലല്ല. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ ഈ ചെറിയ ആയുസ്സിൽ അവന് വേണ്ടി വലിയ കാര്യം ചെയ്യാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. കഴിഞ്ഞ 7 എപ്പിസോഡായിട്ട് നമ്മൾ പഠിച്ചത് 7 യോഗ്യതകളാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവിൽ പോകണമെങ്കിൽ നമുക്ക് എന്താണ് യോഗ്യത? അതിനാധാരമായിട്ട് 1 യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യമാണ് വായിക്കുന്നത്. 1 യോഹന്നാൻ 1-ാം അധ്യായം 7-ാമത്തെ വാക്യം. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. ഒരു പ്രാവശ്യം കൂടെ, അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. ഈ വേദശകലം ഒരു വലിയ ഡീപ്പ് സ്റ്റഡിയാണ്. എന്നാൽ അതിനകത്ത് ഒരു ഭാഗം മാത്രം എടുത്തിട്ട് ഇന്ന് പകലിൽ യേശുവിൻ്റെ പുനരാഗമനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ശുദ്ധന്മാർ അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാമും വെളിച്ചത്തിൽ ഇരുന്ന് നടക്കേണ്ടത് ആവശ്യമാണ്. Walk in the light. Praise the Lord. Walk in the light as himself is in light. യോഹന്നാൻ അപ്പോസ്തലൻ ഈ വിഷയത്തെക്കുറിച്ച് സുവിശേഷത്തിലും പറഞ്ഞിട്ടുണ്ട്, ലേഖനങ്ങളിലും ഓർപ്പിക്കുന്നുണ്ട്. വിശുദ്ധ തിരുവെഴുത്ത് അത്ഭുതമാകുന്ന അത്ഭുത പ്രകാശത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ പൈതൽ ആ പ്രകാശത്തിൽ നടക്കണമെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. യേശുവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്ന പ്രിയ ദൈവ പൈതലേ, നീ ഇന്ന് നടക്കുന്നത് എവിടെയാണ്?
അന്ധകാരത്തിലാണോ അതോ അന്ധകാരത്തിൽ നിന്ന് വിളിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ അത്ഭുത പ്രകാശത്തിലാണോ? ചിന്തിച്ചു നോക്കുക. പ്രവാചകൻ യെശയ്യാ പ്രവാചകൻ വിശേഷാത്മാവിനാൽ നിറവുള്ള ആ പ്രവാചകൻ യാക്കോബ് ഗ്രഹത്തോട് ആത്മാവിലൊരു ഉപദേശം പറയുന്നുണ്ട്. യെശയ്യാ പ്രവചനം 2-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം. Come, house of Jacob, and let us walk in the light of the Lord. യഹൂദാ ഗ്രഹമേ, കർത്താവിന്റെ പ്രകാശത്തിൽ നടക്കുവീൻ. ഏത് സമയത്തുമുള്ള ഏത് അഭിഷക്തന്മാരും ലോകത്തിൽ ഇരിക്കുമ്പോൾ ജീവിതകാലത്തിൽ ദൈവം അവരെ ഏൽപ്പിച്ചിരിക്കുന്ന വിശുദ്ധ സന്ദേശമാണ് ദൈവജനത്തെ പ്രബോധിപ്പിക്കുക. ആ പ്രബോധനത്തിന്റെ മുഖ്യ സന്ദേശം എന്തായിരിക്കും? നീ ദൈവത്തിന്റെ ഗ്രഹമാണെങ്കിൽ, നീ ദൈവരാജ്യത്തിലേക്ക് പോകാൻ ഒരുങ്ങപ്പെട്ട ദൈവവേദനാണെങ്കിൽ നിനക്ക് ദൈവത്തിന്റെ പ്രകാശത്തിൽ നടക്കണം. Praise the Lord. If you are walking in the light, you are called by the light. ദൈവം വെളിച്ചമായതുകൊണ്ട് വെളിച്ചമായ ദൈവം നിന്നെ വെളിച്ചത്തിൽ നടക്കുവാൻ വിളിച്ചിരിക്കുകയാണ്. Called from the darkness into his light, marvelous light. അന്ധകാരത്തിൽ നിന്നും തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചിരിക്കുകയാണ് നിന്നെ. എന്തിനാണ്? നീ പ്രകാശത്തിൽ നടന്നിട്ട് പ്രകാശത്തിന്റെ വക്താവായി ലോകത്തോട് പറയണം, ഞാൻ അന്ധകാരത്തിലായിരുന്നു, ഇപ്പോൾ ഞാൻ പ്രകാശത്തിലാണ്. പ്രകാശത്തിൽ വസിക്കുന്ന നിനക്ക് ചില ക്വാളിറ്റികളുണ്ട്. ഒന്ന്, പ്രകാശം നിനക്ക് ജയം തരും. പ്രകാശം നിന്റെ ഭയത്തെ മാറ്റും. പ്രകാശം നിന്റെ ഫ്യൂച്ചർ അനുഗ്രഹമാക്കും. പ്രകാശത്തിൽ നടക്കുന്ന നിന്നെ കാണുമ്പോൾ പറയും, യേശുവിന്റെ പൈതലാണ്, യേശുവിന്റെ സ്വഭാവം ഇവനിലുണ്ട്. പ്രിയനെ, വെളിച്ചത്തിന്റെ സ്വഭാവം എഫെസ്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 8-ഉം 9-ഉം വാക്യത്തിൽ പൗലോസ് ശ്ലീഹ വെളിച്ചത്തിൽ നടക്കുന്നവനെ കുറിച്ചൊരു പ്രബോധനം പറയുന്നു. മുൻപ് നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചം ആകുന്നു. മുൻപ് നിങ്ങൾ എന്തായിരുന്നു എന്നല്ല, ഇപ്പോൾ നിങ്ങൾ എന്താകുന്നു. അറ്റ് പ്രസന്റ്, വാട്ട് ആർ യു അറ്റ് പ്രസന്റ്? നിങ്ങൾ എന്താണ് ഇപ്പോൾ? അറ്റ് പ്രസന്റ്, ഇപ്പം നിങ്ങൾ എന്താണ്? പണ്ടെന്തായിരുന്നു എന്ന് പറയാൻ നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പലർക്കും പണ്ടത്തെ സ്ഥിതി പറയത്തില്ല. പക്ഷെ അറ്റ് പ്രസന്റിൽ നമ്മൾ എന്താണ്? അറ്റ് പ്രസന്റിൽ മുൻപ് നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. അറ്റ് പ്രസന്റിൽ നാം കർത്താവിൽ വെളിച്ചമാണ്. അപ്പോൾ ആ വെളിച്ചമായിരിക്കുന്ന നിനക്കൊരു ഡ്യൂട്ടിയുണ്ട്. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ച്, കർത്താവിന് പ്രസാദമായെന്ന് എന്തെന്ന് പരിശോധിച്ച് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവീൻ. Praise the Lord. For you are formerly darkness,
But now you are light in the Lord. Walk as children of light, for the fruit of the light. Praise the Lord. വെളിച്ചത്തിൽ നടക്കുന്ന നിനക്കൊരു ഫ്രൂട്ട് ഉണ്ടെന്ന്. എന്താണ് വെളിച്ചത്തിൽ നടക്കുന്നവനെ കുറിച്ച് പൗലോസ് പറയുന്നത്? സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. അപ്പോൾ വെളിച്ചത്തിൽ വസിക്കുന്ന നിനക്ക് കർത്താവിന് പ്രസാദമുള്ളത് ചിന്തിച്ച് ആ വെളിച്ചത്തിൽ വസിച്ച് വെളിച്ചത്തിൽ നടന്ന് ആ വെളിച്ചത്തിന്റെ ഫ്രൂട്ട് കൊണ്ടുവന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതം എന്താണെന്ന് എപ്പോഴും ശോധന ചെയ്യണം. പ്രിയരെ, സകല സൽഗുണവും നീതിയും റൈച്ചസ്നസ് സത്യവും അല്ലോ വെളിച്ചത്തിന്റെ ഫലം. അനീതി എവിടെ നടന്നാലും, അത് സഭയിലാണെങ്കിലും കൂട്ടുവിശ്വാസികളാണെങ്കിലും ലോകത്തിലാണെങ്കിലും, വെളിച്ചത്തിൽ ഇരിക്കുന്ന ഒരു ദൈവ പൈതൽ അനീതി കണ്ട് രസിക്കത്തില്ല. അവന്റെ ഹൃദയം വെളിച്ചമാകയാൽ അന്ധകാര പ്രവൃത്തികളെ കണ്ടവൻ ദുഃഖിക്കും. അവൻ അതിനോട് രസിക്കാൻ പറ്റത്തില്ല. നിന്റെ കൂടെ മുട്ടുമടക്കുന്ന നിന്റെ സഹോദരൻ അവൻ അനീതിയിൽ വസിക്കുമ്പോൾ നീ അവന് ശുപാർശ പറയുകയല്ല, അല്ലെങ്കിൽ അത് കണ്ട് നീ ആനന്ദിക്കുകയല്ല, അവൻ തകരട്ടെ എന്ന് പറയുകയല്ല. വല്ലവിധേന അവനെ അനീതിയിൽ നിന്ന് ദൈവത്തിന്റെ വെളിച്ചത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ അവന് വേണ്ടി ഇടിവിൽ നിൽക്കും. പ്രൈസ് ദ ലോർഡ്. അനീതിയിൽ സന്തോഷിപ്പാൻ വെളിച്ചത്തിൽ ഇരിക്കുന്ന നിനക്ക് സാധ്യമല്ല. ഒന്ന്, നീ വെളിച്ചത്തിൽ നടക്കുമ്പോൾ ദൈവത്തിന് പ്രസാദമുള്ളത് അന്വേഷിക്കും. ദൈവത്തിന് പ്രസാദമുള്ള കാര്യം നിങ്ങളുടെ ശുദ്ധീകരണം, നിങ്ങളുടെ ശരീരത്തെ ദൈവത്തിന് പ്രസാദമായി സമർപ്പിപ്പീൻ, ദൈവ ഇഷ്ടമെന്ന് ഗ്രഹിക്കുവീൻ. ഈ കാര്യങ്ങൾ വേദപുസ്തകത്തിൽ ദൈവത്തിന് പ്രസാദമായ കാര്യം പറയുന്നുണ്ട്. നമ്മൾ അധികം കേൾക്കാത്തൊരു വാക്യം, അല്ലെങ്കിൽ അധികം ആരും അങ്ങനെ പ്രസംഗിക്കാത്തൊരു വാക്യം വേദപുസ്തകത്തിലുണ്ട്. എന്താണെന്നറിയാമോ? 1 തിമോഥെയോസിന്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. 1 തിമോഥെയോസ് 5-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. ആ വാക്യം ഒന്ന് നോക്കാം. നമ്മൾ അധികം അങ്ങനെ കേൾക്കാത്തൊരു വാക്യമാണ്. എല്ലാവരും ദൈവത്തെ പ്രസാദിപ്പിക്കാനും സ്വർഗത്തിലേക്ക് പോകാനൊക്കെ ഒരുങ്ങിയിരിക്കുമല്ലേ? നമുക്ക് ഈ വാക്യം ഒന്ന് നോക്കാം. എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? വിധവമാരെ മാനിക്കും. വല്ല വിധവയ്ക്കും പുത്രപൗത്രന്മാരുണ്ടെങ്കിൽ അവർ മുൻപേ സ്വന്തം കുടുംബത്തിൽ ഭക്തി കാണിച്ച് അമ്മയപ്പന്മാർക്ക് പ്രത്യുപകാരം ചെയ്യുവാൻ പഠിക്കട്ടെ. ഇത് ദൈവസന്നിധിയിൽ പ്രസാദകരമാകുന്നു. It is acceptable in the sight of God. ഇത് ദൈവത്തിന് പ്രസാദമാ. കുഞ്ഞേ, ദൈവപൈതലേ, നിന്റെ അപ്പനും അമ്മയും ഒരു നേരം ആഹാരം കൊടുക്കാൻ കഴിയാതെ നിന്റെ രക്തബന്ധം അവൻ പട്ടിണി കിടക്കുമ്പോൾ നീ മറ്റുള്ളവരെ ഉപദേശിക്കാനും മറ്റുള്ളവർക്ക് ദാനധർമ്മം ചെയ്യാനും പോകുമ്പോൾ വചനം നിന്നോട് പറയുന്നു, നിന്റെ അപ്പനെ അമ്മയും ബഹുമാനിച്ച്
അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുക. Praise the Lord. നിന്റെ അമ്മയ്ക്ക്, നിന്റെ അപ്പന്, നിന്റെ സഹോദരങ്ങൾക്ക് നിനക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്വം വിട്ടുകളഞ്ഞിട്ട് നാട്ടുകാർക്കെല്ലാം, നിനക്ക് ശുപാർശ പറയുന്നവർക്കെല്ലാം നീ എന്തെല്ലാം ചെയ്താലും പ്രിയനെ, അത് ദൈവസന നീതീകരിക്കപ്പെടുന്നതല്ല. ഈ വാക്യം വളരെ വ്യക്തമായി ഒന്നുകൂടെ നോക്കണേ. മുൻപേ ഒരു ദൈവ പൈതൽ സ്വന്തം കുടുംബത്തിൽ തന്നിൽ വന്നിരിക്കുന്ന വെളിച്ചത്താലുള്ള ഭക്തിയുടെ ആ പ്രകടനം വ്യക്തമായി സ്വന്തം കുടുംബത്തിൽ കാണിക്കണം. നിന്റെ അപ്പനെ അമ്മയെയും നിന്റെ കുടുംബത്തിലുള്ളവരെ നിനക്ക് സ്നേഹിച്ച് അവരെ സഹായിപ്പാൻ പറ്റുന്നില്ലെങ്കിൽ നീ ലോകക്കാരെ നന്നാക്കാനും ലോകക്കാർ കൊടുക്കാനും പോകുമ്പോൾ അവർ നിന്നെ പുകഴ്ത്തും. പക്ഷെ നിന്റെ അപ്പന്റെ അമ്മയുടെയും നിന്നിൽ ഉള്ള സഹോദരങ്ങളുടെയും സ്ഥിതി എന്താണെന്ന് നീ നോക്കുന്നുണ്ടോ? അപ്പൊ സ്വർഗത്തേക്ക് പോകാൻ നോക്കിയിരിക്കുമല്ലേ? Praise the Lord. ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഒരുമിച്ച് മുട്ടുമടക്കി സിയോനിലേക്ക് പോകാം, സിയോൻ ഗീതം പാടിയിരിക്കുന്ന ദൈവപൈതലേ, നിനക്ക് നിന്നോടൊപ്പമുള്ളവരോടാണോ താല്പര്യം, അതോ തിരുവചനം പറയുന്നത് പോലെ എളിയവരെ ആദരിക്കുന്ന ഒരു സ്വഭാവമുണ്ടോ? Praise the Lord. അവൻ കർത്തവനായിരിക്കും, അവന് വിദ്യാഭ്യാസം കാണത്തില്ല, അവൻ മുഷിഞ്ഞ വസ്ത്രമിട്ടവനായിരിക്കും, അവന് 2 നില വീട് കാണത്തില്ല, അവൻ സൈക്കിളിലായിരിക്കും വന്നത്. പ്രിയനേ, നീ വലിയ ഇമ്പോർട്ടന്റ് കാറെ വന്ന് സൂട്ടും കോട്ടും ഇട്ടിറങ്ങുമ്പോൾ അവൻ സൈക്കിളെ വന്നല്ലെങ്കിൽ നടന്നു വന്നവന്റെ മുഖത്തേക്ക് നോക്കുമോ? ഒരു പ്രൈസ് ദി ലോർഡ് ഹൃദയം കൊണ്ട് പറയുമോ? എവിടെ പാൻ ഒരുങ്ങുക? യേശുവിന്റെ വരവിൽ പോവാൻ, സ്വർഗത്തിൽ പോയി ഒരുമിച്ചിരുന്ന് ആരാധിക്കാൻ പോവാൻ ഒരുങ്ങുക. പക്ഷെ ഇന്ന് കാണപ്പെടുന്ന സഹോദരനെ, ഒരുമിച്ചിരുന്ന് മുട്ടുമടക്കുന്നവനെ ഒന്നാഴമായിട്ട് പ്രൈസ് ദി ലോർഡ് പറയാൻ, ഒന്ന് സ്തോത്രം പറയുവാൻ ബുദ്ധിമുട്ടുള്ള സഹോദര, നിനക്ക് സ്വർഗത്തിലെത്താൻ കഴിയുമോ? നിന്റെ അപ്പനും അമ്മയും വേദനപ്പെട്ടിരിക്കുമ്പോൾ, അവൻ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി മറ്റുള്ളവരെ ആശ്രയിക്കുമ്പോൾ നിനക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയുമോ? പ്രാക്ടിക്കൽ ക്രിസ്തീയ ജീവിതം. നിന്റെ രക്തബന്ധം വളരെ ബുദ്ധിമുട്ടോടെ ആ കുഞ്ഞിനെ അവരുടെ തലമുറയെ പഠിപ്പിക്കുമ്പോൾ നീ ലാഫിഷായിട്ട് ചിലവഴിച്ച് അവന്റെ തലമുറയോർത്ത് നിനക്ക് ലേശം പോലും സഹായിപ്പാനുള്ള മനസ്സില്ലാതിരിക്കുകയാണെങ്കിൽ നീ ഏത് രാജ്യത്തിലാ ജീവിക്കുന്നത്? Praise the Lord. Praise the Lord. വെളിച്ചത്തിന്റെ ഫലം സ്വർഗത്തിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്ന ദൈവപൈതലേ, നിന്നിൽ വെളിപ്പെടുവാനുള്ള പ്രത്യാശയുടെ മഹത്വം വെളിപ്പെടേണ്ടതിന് ഇന്ന് ഈ സമയത്ത് ഞാൻ ഈ പറയുന്ന വാക്യങ്ങൾ ശക്തമായി കണ്ണുനീരോടെ വായിച്ചാട്ട്. വെളിച്ചത്തിൽ വസിക്കുന്ന ദൈവപൈതലേ, വെളിച്ചത്തിന്റെ സ്വഭാവം നിന്നിൽ വരട്ടെ. നാം പലപ്പോഴും നമുക്ക് സമസ്വഭാവമുള്ളവരോടാണ് നമുക്ക് താല്പര്യം. നമ്മെ പോലെ നമ്മുടെ ബരാബർ, കാറുകാരൻ കാറുകാരനോടും 2 നിലക്കാരൻ 2 നിലക്കാരനോടും
ഗൾഫുകാരനോടും അമേരിക്കക്കാരനോടും അല്ല കുഞ്ഞേ, യേശു മരിച്ചത്, യേശു രക്തമൂറ്റിയത് എല്ലാ മനുഷ്യരെയും നിത്യതയിൽ കൊണ്ടുപോകാനാ. നിന്റെ കൂടെ മുട്ടുമടക്കുന്ന നിന്റെ പ്രിയ ആ എളിയവനെയും കർത്താവ് വേർതിരിച്ച് നീയും അവന് ഒരുമിച്ച് ഒരു മേശയിൽ ഓഹരിക്കാരായി തീർന്നിരിക്കുന്ന നിന്നെ നിത്യതയിലും ഒരുമിച്ച് പാർക്കാനാ കൊണ്ടുപോകാൻ പോകുന്നേ. അവിടെ ഡിഫറൻസ് ഇല്ല, അവിടെ ബാനറുകളില്ല. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കല്ലറകളിൽ ബാനറില്ല. ഇപ്പൊ സെല്ലിലാണല്ലോ എല്ലാവരുടെയും കിടപ്പ്. ഒന്ന് നോക്കിയേ, അവിടെ ഒരു ബാനറുമില്ല, അവിടെ ഒരു ഡിവിഷനുമില്ല. അവിടെ എല്ലാരും സൈലന്റ് ആയിട്ട് കിടക്കുക. സ്വർഗത്തിൽ പതാ കേട്ടോ, ബാനറൊക്കെ ശവക്കുഴി വരെയുള്ളൂ. നിങ്ങൾ മുൻപ് നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവീൻ. സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. ഇത് വെളിച്ചത്തിൽ വസിച്ച് അതിന്റെ ഫ്രൂട്ട് ഓഫ് ദ ലൈറ്റ്, ആ ഫ്രൂട്ട് കാണുമ്പോഴാണ് മറ്റുള്ളവർ പറയുന്നത് നീ വെളിച്ചത്തിൽ വസിക്കുന്ന തേജോമനായ ദൈവപുത്രന്റെ പൈതലെന്ന്. നമ്മുടെ ഫ്രൂട്ട് കാണുമ്പോഴാണ്, നമ്മളിലുള്ള ഫലം കാണുമ്പോഴാണ് ആ വൃക്ഷം നല്ലതെന്ന് അറിയുന്നത്. ഇന്ന് പകലിൽ ഈ വിശുദ്ധ തിരുവെഴുത്തുമെടുത്ത് സ്വർഗത്തിലേക്ക് പോകാൻ മാത്രം നോക്കിയിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഈ ഫ്രൂട്ട് നിന്നിലുണ്ടോ? അതോ നാടകീയമായി ചുമ്മാതങ്ങ് നടക്കുകയാണോ? നിന്നെ വിളിച്ചിരിക്കുന്നത് നിത്യ തേജസ്സിന്റെ ഘനം അനുഭവിപ്പാൻ, ഈ ഭൂമിയിൽ വെളിച്ചത്തിൽ നടന്ന് വെളിച്ചത്തിൽ എത്തിച്ചേരാനാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തട്ടെ. സകല സൽഗുണം, എത്ര നല്ല ഗുണമുണ്ട് നമ്മുടെ ഉള്ളിൽ. യേശു വരാറായി കേട്ടോ. യേശു വരുമ്പം കാണും നമുക്ക്. ഏത് വില കൊടുത്തും നമ്മെ വിളിച്ച കർത്താവിന്റെ രാജ്യത്തിൽ എത്തിച്ചേരണം. പ്രിയരേ, നമ്മുടെ വിളി തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കിക്കൊള്ളുക. ഈ നാശലോകം വിട്ട് നിത്യതയ്ക്കായി ഒരുങ്ങാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.